ഹായ് ഫ്രണ്ട്സ്, ചിന്നൂസ് കേക്ക്സ് ആദ്യമായിട്ട് ചെയ്യുന്ന വളരെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തൊരു കേക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഡെക്കറേഷനും ഇല്ലാതെ ഒരു പ്ലെയിൻ കേക്കിൽ 3-4 പൂവ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തൊരു കേക്കാണ്. അത് ചെയ്തേക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും നിങ്ങൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ചിന്നു സ്കൂളിൽ പോയേക്കുവാണ്. പോയിട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി ഡെക്കറേഷൻ ചെയ്യുന്നുള്ളൂ. അതുപോലെ എനിക്ക് കേക്കൊന്ന് ഈ സ്റ്റാൻഡിലൊന്ന് സെറ്റ് ചെയ്യണം. അപ്പം ബാക്കി കാര്യങ്ങൾ ഈ സ്റ്റാൻഡിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുള്ളവർക്ക് നമുക്ക് ഉടനെ നമ്മുടെ ചാനലിൽ തന്നെ ഈ സ്റ്റാൻഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ചിന്നു വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ കേക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ അഖിലയാണ്. അഖില നമ്മുടെ രണ്ടുപേരുടെയും ഫ്രണ്ടാണ്. എന്ന് വെച്ചാൽ അഖില ഇച്ചാൻ്റെ നൈബറാണ്, ഓൾസോ മൈ കൊളീഗ്. ആൻഡ് അഖിലയെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ അഖില ഈ വീഡിയോ കാണുന്നുണ്ടാവും. അഖിലയെ പറ്റി ഞാൻ തള്ളുന്നൊന്നുമില്ല, ജെനുവിനായിട്ടുള്ള കാര്യം മാത്രമാണ് ഞാനിതിൽ പറയുന്നത്. അഖില ഈസ് എ പ്യുവർ ജേം എന്ന് തന്നെ പറയാം. ഞാൻ അഖിലയെ പരിചയപ്പെട്ടിട്ട്, ഇച്ചായൻ അഖിലയെ കുട്ടിയായിരുന്ന കാലം മുതലേ അഖിലയെ അറിയാം. പക്ഷെ ഞാൻ അഖിലയെ പരിചയപ്പെട്ടിട്ട് ഒരു 1.5 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ എന്താ പറയുക, അഖിലയെപ്പറ്റി ആ 1.5 വർഷമല്ല, അവളുമായിട്ട് ഒത്തിരി വർഷത്തെ ഒരു എന്തൊക്കെയോ ഒരു ആത്മബന്ധം തോന്നുന്നുണ്ട്. വാക്കുകളിൽ പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, അഖിലയെപ്പറ്റി അഖിലയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയ കുറച്ച് ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ, അവളുടെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ദിവസം ഇന്ന് തന്നെയാണ് അഖിലയെപ്പറ്റി പറയാൻ. അപ്പോൾ അഖിലയുടെ ഏറ്റവും ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്, അഖില ചെയ്യുന്ന ജോലിയിൽ വളരെ ആത്മാർത്ഥതയുള്ള ഒരു കുട്ടിയാണ്. അതായത് അവൾ ഹാർഡ് വർക്കിംഗ് ആണ്. നമ്മൾ എന്ത് കാര്യം അഖിലയെ ഏൽപ്പിച്ചാലും അഖില അത് ശരിക്കും അതിൻ്റെ മാക്സിമം ലെവലിൽ അഖില അത് ചെയ്തു തരും. ഒരു ബെസ്റ്റ് റിസൾട്ട് തന്നെ അഖില നമുക്ക് തരാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അഖിലയാണ് ഏൽപ്പിച്ചിരുന്നത്, ഡെക്കറേഷൻ ഉൾപ്പെടെയുള്ള ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ നിങ്ങൾ നമ്മുടെ വെഡ്ഡിങ് വ്ലോഗ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബ്രൈഡ്സ് മെയ്ഡ്സും ഒക്കെ യൂസ് ചെയ്ത കുറച്ച് ബൊക്കെ, അവരുടേതായിട്ടുള്ള ടിയാര, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞാൻ മേക്ക് ചെയ്യാനായിട്ട് അഖിലയാണ് കൊടുത്തത്. അഖില അതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നു. അതുമാത്രമല്ല, എൻ്റെ വെഡ്ഡിങ്ങിൽ ഉടനീളം അഖില എൻ്റെ ഒരു ഓൺ സിസ്റ്ററെ പോലെ, ഒരു ഫ്രണ്ടിനേക്കാളും ഏറ്റവും കൂടുതൽ എന്താ പറയുക, എൻ്റെ ഓൺ സിസ്റ്റർ അങ്ങനെ തന്നെ പറയാം. അഖില എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് അഖിലേക്ക് സർപ്രൈസായിട്ട് കൊടുക്കുകയാണ്. നമ്മൾ പുള്ളിക്കാരി അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് റൂമിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുവന്ന് അത് കാണിക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ആദ്യമായിട്ട് പുള്ളിക്കാരി ഒന്നും മനസ്സിലായില്ല, നമ്മളിങ്ങനെ ചെയ്യുമെന്നൊന്നും വിചാരിച്ചില്ല. ഓൾറെഡി നമ്മുടെ വെഡ്ഡിങ് കേക്ക് അതിൻ്റെ ഇതേ മോഡലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അത് ആണോ എന്നൊരു സംശയം അഖിലേക്ക് ഉണ്ടായിരുന്നു. പിന്നെയാണ് പാട്ട് വന്നതിന് ശേഷമാണ് പുള്ളിക്കാരി മനസ്സിലാക്കുന്നത് ഞങ്ങൾ കൊടുത്ത ബർത്ത്ഡേ സർപ്രൈസാണ് ഈ കേക്ക് കട്ടിങ് എന്ന്. അതുവരെ മനസ്സിലായില്ല. അതാണ് നിങ്ങൾ ആദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെഡ്ഡിങ് കേക്ക് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതല്ല, സ്വന്തം ബർത്ത്ഡേ കേക്കാണെന്ന് പോലും കണ്ടിട്ട് പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴാണ് ആ ഒരു റിയാലിറ്റിയിലായിട്ട് പുള്ളിക്കാരി വരുന്നത്. അവരുടെ സ്വന്തം ബർത്ത്ഡേ കേക്കാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉടൻ തന്നെ ഒരു റിവ്യൂ ഇതിൻ്റെ കേക്ക് സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. റെൻറ്റിന് നമ്മൾ സ്റ്റാൻഡ് കൊടുക്കുന്നുണ്ട്. ഓർഡർ വേണമെന്ന് നമുക്ക് ഓർഡർ ചെയ്യും. കൂട്ടത്തിൽ നമ്മുടെ പ്രൊമോഷൻ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അഖിലയെ പറ്റി നിങ്ങളെല്ലാം നേരത്തെ ചിന്നു പറഞ്ഞൊക്കെ ആയിട്ടുള്ള, അവർ എൻ്റെ നെയ്ബറാണെങ്കിലും അവർ തമ്മിലാണ് കുറേ ഫ്രണ്ട്ഷിപ്പും ബോണ്ടും കൂടുതൽ. പുള്ളിക്കാർ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ വീഡിയോ അങ്ങനെ നമ്മളൊരു പ്രൊമോഷനൊന്നുമല്ല, അല്ലെങ്കിൽ ഇപ്പം അഖിലെ കാണുന്നവർക്ക് ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇതിനകത്ത് എന്താ ഒരു പ്രത്യേകത തോന്നും. ഞങ്ങൾക്ക് പ്രത്യേകത ഉള്ളതുകൊണ്ട് ഇട്ടതെന്നേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങളെ സ്വന്തം സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ട്, ചാനലിന് വേണ്ടി അങ്ങനെ എടുത്തതല്ല. ഞങ്ങൾ അത്രയും ഇൻറ്റിമേറ്റായിട്ട് നിൽക്കുന്ന ഒരാളുടെ ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ കാണാൻ താല്പര്യമുള്ള കാണാം. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാമെന്നുള്ള യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ഒരു ചാനൽ പർപ്പസിന് വേണ്ടി ഇടുന്ന ഒരു വീഡിയോ അല്ല. ഇത്തരത്തിൽ അഖിലയോട് പറയാനായിട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അഖില, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. നമുക്ക് ഇച്ചാന് നല്ലൊരു സിസ്റ്ററായിട്ട്, എനിക്ക് നല്ലൊരു ഫ്രണ്ടായി എന്നും അഖില ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. അഖിലേക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ദൈവം അഖിലയുടെ കുടുംബത്തെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അഖിലേക്ക് ഒത്തിരി ഡ്രീംസ് ഉള്ളൊരു കുട്ടിയാണ് കേട്ടോ, അതും പറയാൻ വിട്ടുപോയി. അഖിലേക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്. അതൊക്കെ അഖില അച്ചീവ് ചെയ്യണം. ലൈഫിൽ ഭയങ്കരമായിട്ടൊരു സക്സസ് അഖിലേക്ക് കാത്തിരിപ്പുണ്ട്. അതൊക്കെ അഖിലേക്ക് കിട്ടട്ടെ. എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ അഖില. മേ ഗോഡ് ബ്ലെസ് യു ഡിയർ. ലവ് യു.